യേശുവിൽ പ്രിയരെ, മനോഹരമായ ഈ കാലഘട്ടത്തിൽ ധ്യാനിക്കേണ്ട ഒരു വചനവിചിന്തനമാണ് ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് ധ്യാനത്തിനായി നൽകുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ശതാധിപൻ വന്ന് ഈശോയോട് പറയുന്ന ഒരു കാര്യമാണ്, ഈശോയെ, എൻ്റെ മകൻ തളർവാദൻ പിടിപെട്ട് വീട്ടിൽ അതികഠിനമായ വേദനയോടെ കിടക്കുകയാണ്. ആരാണ് ഈ ശതാധിപൻ എന്നൊരു ചോദ്യമുണ്ട്. 100 പടയാളികളുള്ള സൈനികരുടെ ഒരു കൂട്ടത്തിൻ്റെ നേതാവാണ് ശതാധിപൻ. ഈ ശതാധിപനാണ് വന്ന് ഈശോയോട് പറയുക, ഈശോയെ, എൻ്റെ കൊച്ച് തളർവാദം പിടിപെട്ട് കിടക്കുകയാണ്, അതികഠിനമായ വേദനയിലൂടെ അത് കടന്നു പോവുകയാണ്, ഈശോയെ ഒന്ന് നീ സുഖപ്പെടുത്തുക. അപ്പോൾ അടുത്തത് ഈശോയുടെ ഡയലോഗാണ്, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്ന് നിൻ്റെ മകനെ സുഖപ്പെടുത്താം. ആരാണ് ഈശോ? ആ കാലഘട്ടത്തിലെ എല്ലാവർക്കും സുഖം നൽകി എല്ലാവരെയും അനുഗ്രഹിച്ച് കടന്നു പോകുന്ന വലിയ രാജ്യത്തിൻ്റെ നേതാവാണ്. ആ നേതാവ് പറയാണ്, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം. ഇനി വീണ്ടും അടുത്ത ടെസ്റ്റ് ഇതാണ്. അപ്പോൾ ഈ പടയാളികളുടെ നേതാവ്, ആ കാലഘട്ടത്തിലെ ആ ഏറ്റവും പ്രൗഢിയോടെ ജീവിച്ചിരുന്ന അനേകം ആൾബലങ്ങളുണ്ടായിരുന്ന ഒരു സൈന്യത്തിൻ്റെ നേതാവ് പറയാണ്, ഈശോയെ, നീ എൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ കൊച്ച് സുഖപ്പെട്ടുകൊള്ളും. പ്രിയപ്പെട്ടവരെ, എന്തൊരു എളിമയുടെ പാഠമാണ് ഈ 2 പേരും നമ്മളെ പഠിപ്പിക്കുക. എന്തൊരു കരുണയുടെ പാഠങ്ങളാണ്, എന്തൊരു ആഴമായ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളാണ് ഈ 2 വ്യക്തി ജീവിതങ്ങൾ നമ്മളെ പഠിപ്പിച്ച് കടന്നു പോവുക. അനേകം ആൾബലങ്ങളുള്ള, അനേകം പടയാളികളുള്ള ആ നാട്ടിൽ എന്ത് വേണമെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ കിട്ടുന്ന ഒരു മനുഷ്യൻ തൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുകയാണ്. ആൾബലങ്ങളോ ആർഭാടങ്ങളോ പണമോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒന്നും ഈ കുഞ്ഞിനെ രക്ഷിക്കില്ലെന്നുള്ള ബോധ്യം ആഴമായ വിശ്വാസത്തിലേക്ക് ആ മകനെ നയിക്കുകയാണ്. നമ്മളിന്നൊന്ന് കണ്ണോടിച്ച് നോക്കിയേ, എന്തൊരു അധപതിച്ച ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാർത്ഥത കുമിഞ്ഞുകൂടിയ മതിൽക്കെട്ടുകളെ പോലെ തന്നെ ഹൃദയങ്ങൾക്കിടയിൽ മതിൽക്കെട്ടുകൾ വളർന്നുകൊണ്ടിരിക്കുന്ന, സ്വന്തം ചോരയുടെ ചോര പോലും കുടിക്കാൻ ദാഹിക്കുന്ന മൃഗീയമായ ജീവിതങ്ങൾ കണ്ടുമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഈ ശതാധിപൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ വലിയ നേതാവ് നമ്മളെ പഠിപ്പിച്ച പാഠം ഇതാണ്. അതുകൊണ്ടാണ് വചനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേൽ ഒരുവനിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസം കാണുന്നില്ലല്ലോ. കാരണം ഇസ്രായേൽ ജനത ദൈവം തെരഞ്ഞെടുത്ത ജനമാണ്. ഈശോ ആരാണെന്നും ഈശോ എന്താണെന്നും അറിയുന്ന ജനമാണ്. ആ ജനത്തിന് പോലും ഇങ്ങനെയൊരു ആഴമായ വിശ്വാസം എന്താണ്? ഈശോയെ, നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല, കാരണം ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്, ഞാൻ അവരോട് കൽപ്പിക്കുന്ന മനുഷ്യനാണ്, ഇവിടെ വരിക അവിടെ പോവുക എന്നൊക്കെ കൽപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്ന മനുഷ്യരാണവർ. അതുകൊണ്ട് തന്നെ നീ എൻ്റെ വീട്ടിലേക്ക് വരുവാൻ മാത്രം ഞാൻ യോഗ്യനല്ല. ഞാനൊരു അധികാരിയുടെ കീഴിൽ ജീവിക്കുന്ന, അധികാരമോഹിയായി ജീവിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് നീ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ വരിക? പക്ഷെ നീ അവിടെ നിന്ന് പറഞ്ഞാൽ മതി, അത്രമേൽ എനിക്ക് വിശ്വാസമുണ്ട്, നിൻ്റെ വാക്കുകൾക്ക്, നിൻ്റെ വചനങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊരാഴമായ ബോധ്യമാണ് ഈ മനുഷ്യൻ നമുക്ക് നൽകുക. അല്ലേ, ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതും നമ്മളിങ്ങനെ വിശ്വാസത്തെ, ജീവിതത്തെയൊക്കെ ഇങ്ങനെ ഒരു പരിധി വരെ നമ്മുടേതെന്ന് പറയുന്ന സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. എനിക്കെന്ത് നേടാൻ പറ്റും? ഞാൻ പള്ളിയിൽ പോയിട്ട് എനിക്ക് എന്ത് കിട്ടും? ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ട് എനിക്ക് എന്ത് കിട്ടും? എൻ്റെ കുറവുകളെക്കുറിച്ചുള്ള ധ്യാനം നമുക്കില്ല. ഈശോ, എൻ്റെ ഭവനത്തിൽ നീ വരാൻ കഴിയില്ല എന്ന് ആ മനുഷ്യൻ പറയുന്ന അവൻ്റെ ഹൃദയമാകുന്ന ഭവനത്തിലാണ്. അല്ലേ, ഈ പൗലോസിനെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന്, ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഭവനം അതെൻ്റെ ശരീരമാണ്. അങ്ങനെയെങ്കിൽ ഈശോയുടെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ, ഈശോയെ, നീ എൻ്റെ വീട്ടിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ശരീരമാകുന്ന ആലയത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല? ആ ഒരു എളിമയുടെ പാഠം, അത് വിശ്വാസത്തിൻ്റെ സൗഖ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന പാഠമാണ്. ഈശോ നോക്കിക്കേ, ഈശോയുടെ എളിമയും അത്രമേൽ നമ്മളെ ശക്തി നൽകുന്ന വചനമാണ്. ഈശോ പറയാം, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാൻ മോനെ. ഈശോയ്ക്ക് അറിയാം ഇവൻ ആരാണ്, ഇവൻ്റെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷേ ആ കുറവുകളൊന്നും ഈശോയുടെ മുമ്പിൽ അപ്പോൾ നിലനിൽക്കുന്നില്ല. ഈശോയുടെ മുമ്പിൽ യാചിക്കുന്നവരോട് പറയാണ്, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം, ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വരാം. അത്രമേൽ മനുഷ്യകുലത്തെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ടായിട്ട് നമ്മളിപ്പോഴും ആകുലപ്പെട്ട് സങ്കടപ്പെട്ട് കരയാണ്. ആടിയുലയുന്ന തോണിയുടെ അമരത്ത് തലയണ വെച്ചുറങ്ങുന്ന യേശുനാഥനെ ഒരു നേരം ഒന്ന് മുട്ടിവിളിക്കാൻ ശിഷ്യന്മാർ വൈകിപ്പോയതിൻ്റെ അപാരമായ വേദന അനുഭവിച്ചവരാണ് അവർ. അതൊരു പാഠമാണ്. കാരണം എന്താണ്? ഈശോ അവിടെ ഉറങ്ങുന്നുണ്ട്, ഈശോ കൂടെയുണ്ട്.
ആ കൂടെയുള്ള ഈശോയെ അറിയാതെ അലമുറയിട്ട് വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന ഞങ്ങൾ എന്തു ചെയ്യും, താൻ മരിക്കാൻ പോകുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന ശിഷ്യ സമൂഹത്തെയാണ് ഈശോ തിരുത്തുന്നത്. മക്കളെ, ഞാനിവിടെ ഇല്ലേ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ഭയം ഒരു പരിധി വരെ യേശുവിനെ തിരിച്ചറിയാതെ പോകുന്നതാണ്, യേശുവിടെ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ പോകുന്നതാണ്. നമ്മൾ എത്രമേൽ പാപത്തിൻ്റെ പടികുഴിയിലാണെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ഈശോയുടെ ഹൃദയത്തെ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം. അതുകൊണ്ട് ഇന്നത്തെ വചനധ്യാനം അതായിരിക്കട്ടെ, എളിമയുടെ പാഠം. ഒപ്പം എൻ്റെ ജീവിതത്തിലേക്ക് ഈശോയെ ക്ഷണിക്കാനുള്ള ഒരു മനസ്സിൻ്റെ എളിമ, എൻ്റെ കുറവുകളെ ഈശോയുടെ മുമ്പിൽ ഏറ്റുപറയാനുള്ള മനസ്സിൻ്റെ എളിമ, അവിടെയൊക്കെ തമ്പുരാൻ്റെ കയ്യൊപ്പ് നമുക്കുണ്ടാകും. ഈശോ അവനെ നോക്കി പറഞ്ഞതാണ്, ഇസ്രായേൽ പോലെ എൻ്റെ മക്കൾക്ക് പോലും ഇത്രയും വിശ്വാസമില്ലല്ലോ, നീ എന്തൊരു വിശ്വാസിയാണ്. അങ്ങനെ ഒരു ഉത്തരം നമുക്ക് വേണ്ടേ? മോനെ, നീ എന്തൊരു വിശ്വാസിയാണ്, മോളെ നീ എന്തൊരു വിശ്വാസിയാണ്. നിൻ്റെ കുറവുകളെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിലും ഈ ലോകത്തിലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ലെന്നുള്ള ബോധ്യത്തിൽ നീ എൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന നിലവിളി ഞാനത് സ്വീകരിക്കില്ല എന്ന് നീ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ഇല്ല. നിൻ്റെ വേദനകളെ തിരിച്ചറിയുന്ന, നിൻ്റെ കൂടെ ജീവിക്കുന്ന, നിന്നോടൊപ്പം ഉറങ്ങുന്ന ഉണ്ണുന്ന ഒരു ദൈവമാണ് ഞാൻ എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകട്ടെ എന്ന് ഈശോ ഈ വചനത്തിലൂടെ ആശംസിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എളിമയുടെയും സ്നേഹത്തിൻ്റെയും ആഴമായ വിശ്വാസത്തിൻ്റെയും നല്ല പാഠങ്ങളിലൂടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. ആമേൻ.